എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു തന്തൂരി ചിക്കനാണ്. ഈസി ആയിട്ട് ഫ്രൈ പാനിലാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തന്തൂരി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി 2 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പീസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലെഗ് പീസ് മാത്രം എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ഒരു 2 ചിക്കൻ പീസ് ചേർന്നാൽ 500 ഗ്രാമാണുള്ളത്. ഇനി ഇതിൻ്റെ മാംസമുള്ള ഭാഗത്തെല്ലാം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തിക്കായിട്ടുള്ള കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ചേർത്തിട്ടുള്ളത്. വലിയൊരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കളർ കിട്ടാൻ വേണ്ടി പിരിയം മുളക് പൊടി അല്ലെങ്കിൽ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു ഹോൾ നൈറ്റൊക്കെ വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതായിരിക്കും. നിങ്ങൾ പിറ്റേ ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇതുപോലെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും പുറത്ത് വെക്കുക. എന്നാൽ മാത്രമാണ് ചിക്കൻ നന്നായിട്ട് ആ ഒരു മസാലയെല്ലാം പിടിച്ച് നല്ലതായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് പാനിലാണ്. നിങ്ങൾക്ക് OTG ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായി ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഈ ഒരു തന്തൂരി ചിക്കൻ പാനിൽ തയ്യാറാക്കുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തയ്യാറാക്കേണ്ടത്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യുക. 1 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അടുത്ത വശവും ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മറിച്ചും തിരിച്ചു വിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കരുത്. അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ആ ഒരു തന്തൂർ ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാതെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ടെടുക്കണം. 15 മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറായി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്കൊരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചിരട്ടക്കനലോ ചാർക്കോളോ ഉപയോഗിക്കാം. അപ്പോൾ ചാർക്കോൾ കിട്ടാത്തവർ ഇതുപോലെ ഒന്ന് ചിരട്ടക്കനൽ നന്നായി ഒന്ന് ചൂടാക്കി കനലാക്കി എടുക്കുക. അതിനുശേഷം തയ്യാറായിട്ടുള്ള തന്തൂരി ചിക്കൻ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് സ്ഥലമുള്ള ബൗളിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം കനലോ ചാർക്കോളോ ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ചാർക്കോളിലേക്കോ അല്ലെങ്കിൽ കനലിലേക്കോ ആണ്. ആ ഒരു സ്മോക്ക് വരുമ്പോൾ തന്നെ അത് നന്നായി ഒന്ന് അടച്ച് വെക്കാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു ബൗളിൽ നിറച്ച് സ്മോക്കായിട്ടുണ്ടാവും. നല്ലൊരു സ്മോക്കി ടേസ്റ്റ് ഈ ഒരു ചിക്കന് കിട്ടിക്കോളും. 1 മിനിറ്റിന് ശേഷം ഇതങ്ങ് തുറന്നു വയ്ക്കാം. നല്ല ടേസ്റ്റിൽ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൻ്റെ കൂടെ കുബൂസോ ചപ്പാത്തിയോ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കുറച്ച് സാലഡും അതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഓനിയനും അതുപോലെ ലെമൺ സ്ലൈസസും ഇതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്